Dear students, I am Shanu Jalal. Welcome to my class. ഇന്ന് CBSE വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ അരമണിക്കൂറോ 40 മിനിറ്റോ സെഷനുകളായിട്ടുള്ള ക്ലാസ്സുകളാണ് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത്. ഈ ക്ലാസ്സുകൾ യൂട്യൂബ് ചാനലിൽ കൂടെയാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുകൂടി പ്രസ് ചെയ്യണം. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇൻറ്റിമേഷൻ വരുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 200 പേജസിൻ്റെ ഒരു നോട്ട്ബുക്ക് കരുതണം. ഞാൻ ക്ലാസ് എടുക്കുന്ന ബോർഡിൽ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും നിങ്ങൾ നോട്ടിൽ സ്വന്തം ചെയ്ത് നോക്കേണ്ടതാണ്. അതിനുശേഷം ഓരോ ക്ലാസ് കഴിയുന്നതിനനുസരിച്ചിട്ട് ലാസ്റ്റ് സെഷനായിട്ടൊരു ഹോംവർക്ക് നിങ്ങൾക്ക് തരും. ഈ ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് പിന്നെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെയുള്ളൊരു കാര്യം നമ്മളുടെ ടെസ്റ്റ് പേപ്പറാണ്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നമ്മൾ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തും. ആ ചാപ്റ്റർ കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ടെസ്റ്റ് പേപ്പർ സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ കൃത്യമായിട്ട് ഒരു മണിക്കൂർ ദിവസവും 1 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്സ് പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. CBSE 10th CBSEയിലെ ആദ്യത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് എന്നതാണ്. നമുക്ക് എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ള നമ്പർ നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് യൂസ്ഡ് ഫോർ കൗണ്ടിങ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്. So 1, 2, 3 etc. ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. If we add 0 to that numbers, we get set of whole numbers. So whole numbers എന്ന് പറയുന്നത് 0, 1, 2, 3 etc. And we have integers also. Integers എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഇൻക്ലൂഡിങ് 0 integers. നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. അതിൽ നോർമലി റാഷണൽ നമ്പേഴ്സ് ഉണ്ടാകും, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടാകും. ഈ റാഷണൽ ഫോമിൽ P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ് ആക്ച്വലി റാഷണൽ നമ്പേഴ്സ്. ഇപ്പൊ നമുക്ക് നാച്ചുറൽ നമ്പറിനെയും ഹോൾ നമ്പറിനെയും ഇന്റിജറിനെയും ഒക്കെ തന്നെ P/Q ഫോമിൽ എഴുതാം. ദീസ് ആർ ഓൾ റാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 3 is an integer, so we can write 3 as 3/1. So 3 is also a rational number. So these all numbers are rationals. And we have numbers which are not in the form P/Q. So such numbers are called irrational numbers. We have surds, √2, √3 etc. transcendentals, pi etc. like that. So ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ എന്ത് പറയാ റിയൽ നമ്പേഴ്സ്. So we can express all these numbers on a line. So ഇതിന് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. So ഇതുവരെ പഠിച്ച എല്ലാ നമ്പേഴ്സും എന്താണ്? റിയൽ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. സോ വാട്ട് ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്? ദാറ്റ് വി നോ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 etc. ലൈക്ക് ദാറ്റ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ബേസിക്കലി 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. വിദ്യാർത്ഥികൾക്കെല്ലാം എന്താണ് ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ എന്നെല്ലാം അറിഞ്ഞിരിക്കണം. ഇതറിയാമെന്ന് വിചാരിക്കുന്നു. സപ്പോസ് വി ഹാവ് 17/6. So we write this as 17/6 and we start dividing that 17/6. We have 2 times 12, the remainder 5. So here dividend is 17. What about divisor? Divisor is 6. So 6 is the divisor here, 17 is the dividend, and we know 2 is the quotient and 5 is the remainder. So we can express that 17 as, how to express that dividend 17? It will be 17 equal to 6 into 2 plus some. So when we divide 16 by some 5, we have 16, 5 3 times 15, balance is 1. So we get that 16 as
5 into 3 plus 1. Again we have 20 divided by 5. So when we divide 20 by 5, we have 4 times 20, remainder is 0. We can express that 20 as 5 into 4 plus 0. When we divide 12 by 13, we write 12 by 13. So it is not possible to divide 12 by that 13. So we write here as 0. So we get 0. The remainder is 12. That 12 can be expressed as 12 equal to 13 into 0 plus 12. So in this way we can express a very rational number like this. So നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. വൺ ഈസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. സോ വാട്ട് ഈസ് ലെമ്മ? സോ ആക്ച്വലി ലെമ്മ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൂവൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു പ്രൂവ് അനദർ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻപേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മുൻപേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ലെമ്മ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യൂക്ലിഡിൻ്റെ ലെമ്മയാണ് പഠിക്കാൻ പോകുന്നത്. സോ അവർ ഫസ്റ്റ് തിയറം ഈസ് ദാറ്റ് യൂക്ലിഡ്സ് ലെമ്മ. Given positive integers a and b, there exist unique integers q and r satisfying the condition a is equal to bq plus r, where r either 0 or less than b. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് എയും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ക്യൂ എന്ന് പറഞ്ഞു അതുപോലെ ആർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻറ്റിജേഴ്സ് തന്നെ കാണാൻ പറ്റും. എങ്ങനെയുള്ള ഇൻറ്റിജേഴ്സ് ആണ്? ആ ഇൻറ്റിജറിൽ എ എന്ന് പറയുന്ന ഇൻറ്റിജറിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ബി ക്യൂ പ്ലസ് ആർ. ഇവിടെ ക്യൂ ആർ എന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആണ്. ബട്ട് ആറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ബി ഓർ 0. ഇതാണ് യൂക്ലിഡിന്റെ ലെമ്മ പറയുന്നത്. ഈ തിയറം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അൽഗോരിതം ഉണ്ട്. എന്താണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ? അൽഗോരിതം ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം ഓർ എനിത്തിങ്. എന്തെങ്കിലും ചെയ്ത് തീർക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ യൂക്ലിഡിന്റെ ഡിവിഷൻ ലെമ്മയ്ക്ക് ഒരു അൽഗോരിതം. നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന്റെ HCF കാണുന്നതിനാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തത്. നമുക്ക് യൂക്ലിഡ്സിന്റെ ഡിവിഷൻ അൽഗോരിതം എന്താണെന്ന് പഠിക്കാം. നമുക്ക് രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പറിന്റെ HCF ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമ്മൾ സാധാരണ എയും ബി ആണ് രണ്ട് നമ്പർ എന്ന് വിചാരിച്ചു. അതിന്റെ HCF കാണണം. വലിയ നമ്പർ ഏതാണെന്ന് ആദ്യം കണ്ടെത്തുക. സോ ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, സോ we know that a can be written as a equal to some bq plus r. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് we want to find the HCF of 30 and 5. So what happened? We can find the HCF of 30 and 5. So 30 ആണ് വലുത്. നമ്മൾ 30യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. So we divide that 30 by 5. We have 30. So here remainder is 0. Step 2. If r equal to 0, here r equal to 0, b is the HCF of a and b. So what about the HCF of 30 and 5 here? 5. It is 5 itself. Second step will if r not equal to 0, what happen? Apply the lemma for b and r. Here bq r lemma apply here. The process continue ചെയ്തുകൊണ്ടിരിക്കുക ഇതുവരെ നമ്മുടെ റിമൈൻഡർ 0 കിട്ടുന്നവരെ. ഇഫ് ദ റിമൈൻഡർ എപ്പോഴാണോ 0 കിട്ടുന്നത്, ആ 0 കിട്ടുന്ന സ്റ്റേജിലുള്ള ഡിവൈസറാണ് നമ്മളുടെ HCF. നമുക്ക് വേറെ രണ്ട് നമ്പേഴ്സിന്റെ HCF ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഫൈൻഡ് ദ HCF ഓഫ് 45 and 6. Find the HCF of 45 and 6. Okay.
So first we start to divide that 45 by 6. It is 7 times 42. Remainder is 3. So we can express that 45 as 6 into 7 plus 3. So here B is A is 45, B is 6 and R is 3. So here also the remainder is not 0, R not equal to 0, here R is 3. So again we can use the division lemma here. So R 0 അല്ലാത്തതുകൊണ്ട് പിന്നെ division lemma use ചെയ്യണം. So how it is for that B and R, B and R. So we can 6 എന്ന് പറയുന്നതിനെ നമ്മൾ again 3 കൊണ്ട് divide ചെയ്യണം. So 2 times 6 remainder is 0. So 6 can be written as 3 into 2 plus 0. Remainder is now 0 here. Remainder is equal to 0. What about B? It is B. B is equal to 3. Here Q is equal to 2. So the SCF of 45 and 6 is equal to what is 3. Okay. ഇങ്ങനെ നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ SCF ഫൈൻഡ് ഔട്ട്. ഇതിലാകെ അറിയേണ്ട കാര്യം ഡിവിഷൻ കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി, ഡിവൈഡ് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രം മതി. ബോർഡിലൊരു ചോദ്യമുണ്ട്, യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഫൈൻഡ് ദി SCF ഓഫ് 4052 and 12576. സോ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഏത് നമ്പറാണ് വലുത്, അതിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം എ എന്ന് പറയുന്ന നമ്പർ എടുക്കേണ്ടത് വലിയ നമ്പറാണ്. അപ്പോൾ നമുക്കിവിടെ 1 to 12,576 is greater than 4052. So we start with this. അപ്പോൾ ഈ നമ്പറിനെ 4052 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. So it is 3 times. So we have the remainder 0 to 420. So we can now express this 12,576 as 4052 into 3 plus the remainder 420. Here B is 4052 and R is 420. Again we know here R is not equal to 0. R പൂജ്യം അല്ല, പിന്നെ നമ്മൾ ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്യണം. അപ്പം നമുക്ക് 4052 ഞാൻ എക്സ്പ്രസ് ചെയ്യാം. So we divide that 4052 by what? The remainder 420. Okay. So 420 4052 9 times 4. Yeah, 0, 8, 3, 272. Now we can express 4052 as 420 into 9 plus 272. Again divide that 420 by 272. 428 ഒരു പ്രാവശ്യം 272, remainder 148. So 420 can be expressed as 272 into 1 plus 148. Can express that 272 divided by 148 times 148. So 148 into 1 plus 124. 148 equal to 124. 124 into 1 plus 24. 124, 24. It will be 5 times 20, 120. That is 4. So 124 equal to what? 24 into 5 plus 4. Last 24 and 4. 24 and 4 can divide easily by 6. So now the remainder is 0 plus 0. So now the remainder is 0 here. SCF എന്തായിരിക്കും 4 ആണ്. ഇതാണ് രണ്ട് നമ്പേഴ്സിൻ്റെ HCF കാണാനുള്ള പ്രോസസ്സ്. ഡിവിഷൻ മാത്രം കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ HCF ഓഫ് 156 and 221. ഇവിടെ നമ്മൾ 221 ഈസ് ഗ്രേറ്റർ ദാൻ 156. So we take A equal to 221 and B equal to 156. Start using Euclid's division lemma. So what we do?
221 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു 156 കൊണ്ട് only one time. Again we have 65 remainder. So we write 221 as 156 into 1 plus 65. Here we have two numbers there, 156 and 65. So here remainder is not equal to 0. We again apply Euclid's division lemma. So 156 ആണ് നമുക്ക് ഇനി അടുത്ത് എഴുതേണ്ടത്. So we start dividing 156 by 165. 2 times 130, 6, 26 is the remainder. Again we have 65 into 2 plus 26 equal to 156. Here also remainder is not equal to 0. We start dividing the 65 by what? 226. 65. So we divide 65 by 26. 2 times 52, remainder 13. So we have 65 equal to 26 into 2 plus 13. Again we have remainder not equal to 0. So it is 26, that we know 26 equal to 13 into 2 plus remainder is 0. That is 26 ne nammal 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 times, so it is 0 for the HCF of what? 156 and 221 is equal to 13. Suppose our question is like this: find the HCF of 156, 221 and 364. മൂന്നെണ്ണത്തിൻ്റെ HCF കാണും. നമ്മളതിൽ ചെറിയ രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 156ൻ്റെ 221ൻ്റെ HCF കണ്ടുപിടിക്കും. സെയിം പ്രൊസീജിയറിൽ നമ്മൾക്ക് 13 എന്ന് കിട്ടിയിട്ടുണ്ട്. മൂന്ന് നമ്പേഴ്സിൻ്റെ HCF ആണ് കാണേണ്ടത്. നമ്മൾ അതിൽ ഏറ്റവും ചെറിയ രണ്ട് നമ്പേഴ്സ് മാത്രം ഫസ്റ്റ് കളക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ HCF കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് 13. ഇതിന് മുമ്പ് ചെയ്ത അതേ തന്നെയാണ്, സ്റ്റെപ്സ് തന്നെയാണ്, മാറ്റുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് HCF ഓഫ് 156 and 221 is 13. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 364നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. So the remainder is 0. So we can write 364 as 13 into 28 plus 0. HCF of 156, 221 and 364 is equal to 13. Next question. Show that every positive even integer is of the form 2q and every positive odd integer is of the form 2q plus 1. പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഈവൻ ഇൻറ്റിജർ 2, 4, 6 എന്ന് പറയുന്നതിൻ്റെ ഫോം 2q എന്നുള്ള രൂപത്തിലും ഓഡ് ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള 1, 3, 5 എക്സെട്ര എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ ഫോം 2q plus 1 ആയിരിക്കും നമുക്ക് പ്രൂവ് ചെയ്തത്. സോ നമ്മൾ വിചാരിക്കുന്നു ആ നമ്പർ ലെറ്റ് എ ബി ദ നമ്പർ, and b is equal to 2 എന്ന് വിചാരിക്കും. എ ആണ് നമ്പർ, നമ്മൾ എഴുതിയിട്ടുള്ള നമ്പർ ബി. അപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇഫ് യു ഹാവ് എ നമ്പർ എ, ദാറ്റ് എ ക്യാൻ ബി റിട്ടൺ ആസ് bq plus some r, where q greater than or equal to 0 and what about r? R is less than b or equal to 0 എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ എ നമുക്ക് എഴുതാം. a is equal to b is 2 here, 2q plus r, where q greater than or equal to 0 and what about r? R is either 0 or less than b. b is 2 here, so less than 2 എഴുതാം. അപ്പോൾ ആറിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? r may be ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. എന്താ കാര്യം? 6 0-നും 2-നും ഉണ്ട്. 0 ആവാം അല്ലെങ്കിലോ 2-ൽ കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ ആവാം. If r equal to 0, what is a? A is equal to 2q plus
2q plus 0, that is 2q. So A is in the form 2q. Okay. If r equal to 1, what is A? A is equal to 2q. We know that every natural number is of the form 2q is an even number. 2 into something is an even number. 2 into multiple of 2 is an even number. So if we add 1 to any even number, we get an odd number. So A is even here, which is even. Which is even. What about here A? It is in the form 2q plus 1, which is odd. So we have every positive even integer is of the form 2q and odd integer is of the form 2q plus 1. ഇന്ന് നമുക്ക് ഇത്രയും പഠിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.